ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോളിയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ ചക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്വീറ്റ് റെസിപ്പീസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചക്ക വെച്ചിട്ടുള്ള ബോളി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക ബോളി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ബോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ബോളി തയ്യാറാക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ത്തുള്ള ഒരു മാവിന് കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാൻ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അത് വിട്ടുപോയതുകൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. അതായത് നമ്മളെ കയ്യിൽ നല്ലതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് സോഫ്റ്റ് ആകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനായിട്ട് നമ്മൾ മറ്റുള്ള ഈ ബൗളിൽ തന്നെ ഒരല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് ഈ നല്ലെണ്ണയിലൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിക്ക് ഒന്ന് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 6-7 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരത്തിലുള്ള അതുപോലെ തന്നെ നല്ല കളറിലുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ചക്കയൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം വഴറ്റുമ്പോഴത്തേക്കും നമുക്ക് ചക്കയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു സമയം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു 1/4 കപ്പ് അളവിലാണ് പൊടിച്ച ശർക്കര എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 സ്പൂൺ അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റവയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചക്കയൊക്കെ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. നന്നായിട്ടൊന്ന് തിക്കായി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചക്ക നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നമ്മുടെ ബോളി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ എക്സസ് ആയിട്ട് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കളയാവുന്നതാണ്. നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എണ്ണയുടെ സ്മെല്ലൊന്നും വരില്ല. പകരം നമുക്ക് മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് പൊക്കി പിടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് വലിഞ്ഞു വരണം. ഈ ഒരു പരുവത്തിന് വേണം ബോളിയുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബോളി ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ചക്ക കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം
ഈ പരത്തി വെച്ചിട്ടുള്ള മൈദയുടെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മൈദ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഒരു ചക്കയൊന്ന് കവർ ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വലിച്ച് വേണം ഒന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ലെയറായിട്ട് മൈദ ഇരിക്കാനായിട്ട് പാടില്ല, കുറച്ചൊന്ന് തിന്നായിട്ടുള്ള രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. നമ്മൾ വലിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പൊട്ടിപ്പോവാൻ പാടില്ല, ആ ഒരു രീതിക്ക് വേണം ഒന്ന് വലിച്ചൊന്ന് കവർ ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് മാവ് ഇതുപോലെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് എത്രത്തോളം തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ബോളി നമുക്ക് പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യ് കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇനി നെയ്യ് നമുക്ക് ഇതിന് മുകളിലായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഷൈനിങ്ങിലും അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വൈകിട്ട് തയ്യാറാക്കിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ എന്തായാലും ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.